സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്മയക കാരുണ്യാത്തെ അത്യന്തം രഹസ്യമായിരിക്കലും എത്രയും മകാനുഭവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണത്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ. ആകയാൽ ഞാനുണ്ടെന്ന് തിരുവഴി കണ്ണോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാന്ധ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥജ്ഞാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം എന്തൊരു പണിയെ ചെയ്തത് കേട്ടത് മൂലം സന്തോഷമുലകാരിലേറ്റവും ഉണ്ടായി വന്നു. മോക്ഷങ്ങളുടെ കാരണം കേട്ട മൂലം തത്വം തീർന്നു കൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മാകാത്മ്യം കേൾപ്പാനുള്ളിൽ കാലമാചലമുണ്ട് ഞാനതിൽ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊൽവാൻ. ഈശ്വരീകാർത്യായി ഭഗവതി ശാശ്വയ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു. ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദകാസരുൾ ചെയ്തു. വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മ തത്വാർത്ഥമറിയയിലും ആഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംശയിച്ചു. ചൊല്ലുവൻ കേട്ടാലും ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതം കാരണനേകൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥം ഒരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആജനവ്യയനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനന്ദ കൽപ്പിച്ചിടുപോരജ്ഞാനികൾ മാനസമയ തമസംമൂലം സീതാഗവ അരുൾ സുനു സമ്പാദ മോക്ഷസാധനം ചൊൽവന്നാദേ കേട്ടാലും തെളിഞ്ഞു നീ. എന്തിലോ മുന്നം ജഗന്നായകന്റെ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭംഗി കണ്ഠനെ കൊന്നു. ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യാമുക്ക് അഭിഷേകവും ചെയ്തു. സത്താമാത്രാത്മാ സകലേശനവ്യയ്യനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുഷ്ടമന്മാരാം സഹോദര വീരന്മാരാലും ഏകസാത്മജസുതനാം വിഭീഷണനാലും യോഗേശാത്മജനായ വസിഷ്ഠാദ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു. നിർമ്മലമണില സത്കാന്തന ദേവിയായ ജാനകിയോടും സാനന്ദവിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുൻപിലെണ്ണോട് വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തന ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൻ പാർത്തു കാരുണ്യമൂർത്തി മന്ദകാസവും പുണ്യോടരുൾ ചെയ്തു. സുന്ദര രൂപേകനുമാന നീ കണ്ടായ വീട്ടിലുമുണ്ടല്ലോ നേരവും ഇവൻ ജ്ഞാനത്തെ ഒഴിഞ്ഞു ആലയല്ലോ നിർമ്മജ്ഞാനത്തിൽ നിന്നവൻ മാത്രമത്രേ നിർമ്മവൻ നിത്യബ്രഹ്മചാരികൾ